നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു, മുൻകൂർ ജാമ്യം അനുവദിച്ചു. യഥാർത്ഥത്തിൽ ഒരു അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ അഭിമാനം തോന്നുന്നു. നമ്മുടെ കോടതികളുടെ ആർജവത്തിൽ അഭിമാനം തോന്നുന്നു. ഈ മാധ്യമങ്ങൾ എത്രയൊക്കെ വിളിച്ചു കൂവിയാലും, ഓൺലൈൻ ചാനലുകൾ എത്രയൊക്കെ വിളിച്ചു കൂവിയാലും അതൊന്നും ശ്രദ്ധിക്കാതെ കോടതികൾ നിയമം മാത്രം നോക്കി, ന്യായം മാത്രം നോക്കി നീതി നടപ്പാക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. ദിലീപിനെ വെറുതെ വിട്ടിട്ട് പോലും ഈ മാധ്യമങ്ങൾ അയാളെ വെറുതെ വിട്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒത്തിരി വേട്ടയാടി. അത് സ്വന്തം പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാരും ഓൺലൈൻ ചാനലുകാരും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് വേട്ടയാടി. പ്രഥമ ദൃഷ്ട്യാൽ അയാൾക്ക് ജാമ്യം അനുവദിക്കേണ്ടതാണ് എന്ന് കോടതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയത്. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു, ജാമ്യം ലഭിക്കേണ്ടുന്ന കേസാണെന്ന്. ഇങ്ങനെയുള്ള കള്ളപ്പീഡന കേസുകൾക്ക് കോടതികൾ ജാമ്യം നൽകുകയും അതനുസരിച്ച് കോടതി നടപടികളിൽ പോവുകയും ഒക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള കേസുകൾ കുറയണം. ഇതിനെതിരെ ചില മൂവ്മെൻറ്റുകൾ ഉണ്ടാകണം. കള്ളപ്പരാതികൾ തടയാനുള്ള ഒരു മൂവ്മെൻറ്റുകൾ നമ്മുടെ പൊതുസമൂഹത്തുണ്ടാകണം. അത് പുരുഷ സംരക്ഷണയല്ല. എല്ലാ വീട്ടിലും പുരുഷന്മാരുണ്ട്, എല്ലാ വീട്ടിലും സ്ത്രീകളുണ്ട്. എന്നാൽ കള്ളപ്പരാതിയുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, കള്ളപ്പരാതിയുടെ മറവിൽ ശത്രുത തീർക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരെ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരണം. ആ പ്രവണത ഇല്ലാതാവണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. കള്ളപ്പരാതിയുടെ പേരിൽ ആരും ക്രൂശിക്കപ്പെടരുത്. നന്ദി, നമസ്കാരം.